നിങ്ങൾക്കറിയാമോ, അത്രമേൽ സൗഹൃദത്തിലായിരുന്ന ഇറാൻ ഇസ്രയേൽ ബന്ധം എങ്ങനെയാണ് ശത്രുതയിലേക്ക് മാറിയതെന്ന്? പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിലെ ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവുമായ അധ്യായങ്ങളിലൊന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ളത്. ഒരു കാലത്ത് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഈ രാജ്യങ്ങൾ ഇന്ന് പരസ്പരം കടുത്ത ശത്രുതയിലാണ് വർത്തിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയവും മതപരവും തന്ത്രപരവുമായ താൽപ്പര്യങ്ങളുടെ ഒരു സങ്കീർണമായ ചരിത്രമുണ്ട്. ഇസ്രായേൽ രാഷ്ട്രം 1948 രൂപീകൃതമായപ്പോൾ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ച അറബ് ലീഗ് രാജ്യങ്ങളിലൊന്നായിരുന്നു ഇറാൻ. എന്നാൽ ഈ നിലപാട് അവർ വളരെ പെട്ടെന്ന് തന്നെ തിരുത്തി. 1950ഓടെ ഇസ്രായേലിനെ അനൗദ്യോഗികമായി അംഗീകരിക്കുകയും പിന്നീട് ഒരു പതിറ്റാണ്ടിന് ശേഷം 1960 ഔദ്യോഗികമായി ഇറാൻ അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ ഇസ്രായേലിനെ അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. അന്നത്തെ ഇറാനിയൻ ഭരണാധികാരിയായിരുന്ന ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ പാശ്ചാത്യ അനുകൂല നയങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധവുമായിരുന്നു ഈ സൗഹൃദത്തിൻ്റെ അടിത്തറ. ഇറാനും ഇസ്രയേലും അക്കാലത്ത് അറബ് ദേശീയതയുടെയും സോവിയറ്റ് യൂണിയൻ്റെ വളരുന്ന സ്വാധീനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായി ഒരുമിച്ച് നിന്നു. 1979 ഇസ്ലാമിക വിപ്ലവം വരെ ഈ ബന്ധം അതീവ ഊഷ്മളമായിരുന്നു. സംയുക്ത സൈനിക പരിശീലനങ്ങൾ, ആയുധ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക സാമ്പത്തിക സഹകരണങ്ങളിൽ ഇരു രാജ്യങ്ങളും പങ്കാളികളായി. ഇസ്രയേലിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യവും ഇറാൻ്റെ എണ്ണ വിഭവങ്ങളും തമ്മിൽ ഒരു തന്ത്രപരമായ പങ്കാളിത്തം രൂപപ്പെട്ടു. ഇറാനിലെ എണ്ണ പൈപ്പ് ലൈനുകളുടെ നിർമ്മാണത്തിൽ ഇസ്രയേലിൻ്റെ സാങ്കേതിക സഹായം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ കാർഷിക ജലസേചന സാങ്കേതിക വിദ്യകൾ ഇറാൻ്റെ വികസന പദ്ധതികൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ 1979 ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവം ഈ ബന്ധത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി. ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണം തീവ്ര മതവാദികളുടെയും ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ ടൂഡേ പാർട്ടിയുടെയും പിന്തുണയോടെ അട്ടിമറിക്കപ്പെട്ടു. ഷാ രാജ്യം വിട്ട് പലായനം ചെയ്തതോടെ പ്രമുഖ ഷിയ മത നേതാവായ അയത്തുള്ള റുഹുള്ള ഖൊമേനി ഇറാൻ്റെ പരമോന്നത നേതാവായി അധികാരമേറ്റു. ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഷാ ഭരണകൂടത്തിൻ്റെ ഇസ്രയേൽ അമേരിക്കൻ ബന്ധങ്ങളെ ഖൊമേനി രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹം ഇസ്രയേലിനെ ചെറിയ ശൈത്താൻ എന്നും അമേരിക്കയെ വലിയ ശൈത്താൻ എന്നും വിശേഷിപ്പിച്ചു. ഖൊമേനിയുടെ വിപ്ലവ ദർശനം ഇസ്ലാമിക ഐക്യത്തിനും ഇസ്രയേലിനെതിരായ പാലസ്തീൻ പോരാട്ടത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു. അധികാരം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിപ്ലവത്തിൽ പങ്കാളികളായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഖൊമേനി ഭരണകൂടം ആജീവനാന്ത തടവിനും വധശിക്ഷയ്ക്കും വിധേയരാക്കി. ഇറാനിലെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അവസാന ഭാഗത്ത് നമുക്ക് അല്പം വിശദമായി തന്നെ ചർച്ച ചെയ്യാം. അങ്ങനെ ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര സൈനിക സാമ്പത്തിക ബന്ധങ്ങളും ഖൊമേനി റദ്ദാക്കി. ഷാ ഭരണകൂടം ഇസ്രയേലിന് നൽകിയിരുന്ന എല്ലാ പ്രത്യേക അവകാശങ്ങളും നിർത്തലാക്കി. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇസ്രയേൽ എംബസി അടച്ചുപൂട്ടി. അതിൻ്റെ സ്ഥാനത്ത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു. പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഇറാൻ പാലസ്തീൻ പ്രസ്ഥാനങ്ങളെ ശക്തമായി പിന്തുണയ്ക്കാൻ തുടങ്ങി. ഇതിനിടെ 1980 ഇറാൻ ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഈ യുദ്ധം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലെ വിരോധാഭാസമായ ഒരു അധ്യായമാണ്. യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളുടെ കുറവ് അനുഭവിച്ചിരുന്ന ഖൊമേനി ഭരണകൂടത്തിന് തങ്ങളുടെ പ്രഖ്യാപിത ശത്രുവായ ഇസ്രയേലിനെ ആശ്രയിക്കേണ്ടി വന്നു. ഇസ്രയേൽ തന്ത്രപരമായ ലക്ഷ്യങ്ങളോടെ ഇറാൻ്റെ ശത്രുവായ ഇറാഖിനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഇറാന് രഹസ്യമായി ആയുധങ്ങൾ വിതരണം ചെയ്തു. 1980കളിൽ ഇറാൻ കോൺട്രാ അഫെയർ എന്നറിയപ്പെട്ട രഹസ്യ ഇടപാടുകൾ വഴി ഇസ്രയേൽ ഇറാൻ ഏകദേശം $400 മില്യൺ ആയുധങ്ങൾ നൽകി. ഈ ആയുധങ്ങളിൽ ടാങ്ക് വേദ മിസൈലുകൾ, യുദ്ധവിമാനങ്ങളുടെ സ്പെയർ പാർട്സ്, മറ്റ് നൂതന സാങ്കേതിക സൈനിക ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഇസ്രയേലിൻ്റെ ഈ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഇറാൻ പരാജയപ്പെട്ടേനെ എന്നാണ്. ഇസ്രയേൽ ഇറാഖിൻ്റെ ആണവ റിയാക്ടറുകൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നതിനാൽ ഇറാൻ്റെ സൈനിക ശക്തിയെ നിലനിർത്തുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ യുദ്ധം അവസാനിച്ചതോടെ ഇറാൻ വീണ്ടും ഇസ്രയേൽ വിരുദ്ധ നിലപാടിലേക്ക് മടങ്ങി. ഇസ്രയേലിനെ സയനിസ്റ്റ് ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ച് അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ ഇറാൻ പിന്തുണയ്ക്കാൻ തുടങ്ങി. 1980കളുടെ തുടക്കത്തിൽ ഇസ്രയേൽ ലെബനൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ലെബനനിലെ ഷിയ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ പിന്തുണ നൽകി. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ, പരിശീലനം, സാമ്പത്തിക സഹായം എന്നിവ നൽകി ഇറാൻ അവരെ ചേർത്ത് നിർത്തി. ഇസ്രയേലിനെതിരെ ഒരു പ്രോക്സി ശക്തിയായി ഇറാൻ അവരെ ഉപയോഗിച്ചു. ഏകദേശം $500 മില്യൺ സഹായമാണ് ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് നൽകിയിട്ടുള്ളത്.
ഹിസ്ബുള്ളയുടെ റോക്കറ്റ്, മിസൈൽ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിൽ ഇറാൻ്റെ പങ്ക് നിർണായകമായിരുന്നു. ഇതിനോടൊപ്പം പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനും ഇറാൻ സഹായം നൽകി. ഹമാസിൻ്റെ റോക്കറ്റ് നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ഇറാൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. ഏകദേശം $400 മില്യൺ സാമ്പത്തിക സൈനിക സഹായം ഹമാസിന് ഇറാൻ നൽകിയിട്ടുണ്ട്. റഷ്യൻ, ചൈനീസ് റോക്കറ്റ് സാങ്കേതിക വിദ്യകൾ പാലസ്തീനിലേക്ക് എത്തിക്കുന്നതിൽ ഇറാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചു. യമനിലെ ഹൂതി വിമതർ, സിറിയയിലെയും ഇറാഖിലെയും ഷിയ മിലിഷ്യകൾ എന്നിവയ്ക്കും ഇവർ പിന്തുണ നൽകുന്നു. ഈ ഗ്രൂപ്പുകൾ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന ഒരു ശൃംഖലയുടെ ഭാഗമാണ്. ഇത് ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. ഇന്ന് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം അതീവ സംഘർഷഭരിതമാണ്. ഇറാൻ്റെ ആണവ പദ്ധതി, പ്രത്യേകിച്ച് യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധ നിർമ്മാണ സാധ്യതയും ഇസ്രയേലിന് ഒരു പ്രധാന ആശങ്കയാണ്. ഇസ്രയേൽ സിറിയയിലെ ഇറാൻ്റെ സൈനിക താവളങ്ങൾക്കെതിരെയും ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്കെതിരെയും നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. ഇതിനോടൊപ്പം സൈബർ യുദ്ധവും ഒരു പ്രധാന ഘടകമാണ്. 2020 ഇറാൻ്റെ നാദാൻസ് ആണവ കേന്ദ്രത്തിനെതിരെ നടന്ന സൈബർ ആക്രമണത്തിന് ഇസ്രയേലിൻ്റെ പങ്ക് ആരോപിക്കപ്പെട്ടു. ഇറാൻ പിന്തുണയോടെ ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകൾ ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ പരീക്ഷിക്കുന്നു. 2023 ഹമാസിൻ്റെ അൽ അക്സ സ്റ്റോം ആക്രമണത്തിന് ഇറാൻ്റെ സാമ്പത്തിക സാങ്കേതിക പിന്തുണ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു. ഇറാൻ്റെ പ്രോക്സി യുദ്ധതന്ത്രം, പ്രത്യേകിച്ച് ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ എന്നിവരിലൂടെ ഇസ്രയേലിനെ ചുറ്റിപ്പറ്റി ഒരു വളയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ഇസ്രയേൽ വിലയിരുത്തുന്നുണ്ട്. ഈ ശത്രുത പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. ഇറാൻ്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ, പ്രത്യേകിച്ച് 2015 ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാറിൻ്റെ പരാജയം പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2018 അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചു. ഇത് ഇസ്രയേലിൻ്റെ ആശങ്കകളെ ശക്തിപ്പെടുത്തി. ഇറാൻ്റെ പ്രാദേശിക സ്വാധീനം, പ്രത്യേകിച്ച് സിറിയ, ലെബനൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ ഇസ്രയേലിൻ്റെ സുരക്ഷാ തന്ത്രങ്ങളെ സങ്കീർണമാക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേലിൻ്റെ ഷാഡോ വാർ തന്ത്രം, അതായത് ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ രഹസ്യ ആക്രമണങ്ങൾ, ഈ ശത്രുതയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ ശത്രുതയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഖൊമേനിയുടെ മരണത്തിന് ശേഷം 1989 അയത്തുള്ള അലി ഖൊമേനി പരമോന്നത നേതാവായി മാറി. ഖൊമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇറാൻ ഇസ്രയേൽ വിരുദ്ധ നയം കൂടുതൽ ശക്തമാക്കി. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ എന്നിവയ്ക്ക് നൽകുന്ന പിന്തുണയുടെ നട്ടെല്ലാണ്. IRGCയുടെ ഖുദ്സ് ഫോഴ്സ്, പ്രത്യേകിച്ച് ഇസ്രയേലിനെതിരായ പ്രോക്സി യുദ്ധങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. 2020 ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനി അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഇസ്രയേലിൻ്റെ പങ്കാരോപിക്കപ്പെട്ട ഈ സംഭവം ഇറാൻ്റെ പ്രതികാര നടപടികളെ ത്വരിതപ്പെടുത്തി. ഭാവിയിൽ ഇറാൻ ഇസ്രയേൽ ബന്ധം സമാധാനപരമായ ഒരു പാതയിലേക്ക് മടങ്ങാൻ സാധ്യത കുറവാണ്. ഇറാൻ്റെ ആണവ പദ്ധതി, പ്രോക്സി യുദ്ധങ്ങൾ, ഇസ്രയേലിൻ്റെ പ്രതിരോധ നയങ്ങൾ എന്നിവ ഈ ശത്രുതയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. പശ്ചിമേഷ്യയിലെ ഈ പിരിമുറുക്കം ആഗോള ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്ക, റഷ്യ, ചൈന എന്നിവയുടെ ഇടപെടലുകളാൽ കൂടുതൽ വഷളാകാൻ ഇടയുണ്ട്. ഇറാൻ്റെ പ്രാദേശിക ശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇസ്രയേലിൻ്റെ സുരക്ഷാ ആശങ്കകളും വർദ്ധിക്കുന്നു. ഈ സംഘർഷം പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് മാത്രമല്ല, ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇറാനിലെ ആ പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആ ചരിത്രം കൂടി ഒന്ന് പറഞ്ഞു നിർത്താം. 1941 സുലൈമാൻ മിർസ എസ്കന്ദരിയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇറാനിലെ ടൂഡേ പാർട്ടി. ഇറാനിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാന പ്രസ്ഥാനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തൊഴിലാളി വർഗത്തിനും സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങൾക്കും പിന്തുണ നൽകി ശക്തമായ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം നേടാൻ കഴിഞ്ഞു. മുഹമ്മദ് മൊസാദഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആംഗ്ലോ പെർഷ്യൻ ഓയിൽ കമ്പനിയുടെ ദേശസാൽക്കരണ പ്രക്ഷോഭത്തിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലും ടൂഡേ പാർട്ടിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കുന്നതിലും വിദേശ ശക്തികളുടെ സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് മോചനം നേടുന്നതിനും ടൂഡേ പാർട്ടി ശക്തമായ പിന്തുണ നൽകി. തൊഴിലാളി യൂണിയനുകളും ബുദ്ധിജീവികൾക്കിടയിലും പാർട്ടിയുടെ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചു. എന്നാൽ 1946 ഇറാൻ പ്രതിസന്ധിക്ക് ശേഷം ടൂഡേ പാർട്ടിയുടെ സോവിയറ്റ് പക്ഷപാതിത്വം കൂടുതൽ പ്രകടമായി. ഇറാനിയൻ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും ബലി കഴിപ്പിച്ചുകൊണ്ടുപോലും സോവിയറ്റ് യൂണിയൻ ഭരണകൂടം, അതായത് ക്രെംലിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പാർട്ടി തയ്യാറായി. ഇത് ഇറാനിലെ ദേശീയവാദികൾക്കിടയിൽ പാർട്ടിയോട് അതൃപ്തിയുണ്ടാക്കി.
1953 മുഹമ്മദ് മൊസാദേഗിനെതിരെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ നടന്ന അട്ടിമറിയിലൂടെ ടുഡേ പാർട്ടിയുടെ സ്വാധീനം ഏതാണ്ട് ഇല്ലാതെയായി. ഈ അട്ടിമറിയെ തുടർന്നുണ്ടായ അടിച്ചമർത്തലുകൾ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും വധിക്കുകയും ചെയ്തു. 1953 അടിച്ചമർത്തലുകൾക്ക് ശേഷം ടുഡേ പാർട്ടിയുടെ ശേഷിച്ച ഭാഗങ്ങൾ രഹസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഇസ്ലാമിക ഭരണകൂടം പാർട്ടിയോട് കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. തുടക്കത്തിൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വിപ്ലവകാരികളുമായി സഹകരിച്ചെങ്കിലും അധികാരം ഉറപ്പിച്ചതിന് ശേഷം ഖൊമൈനി കമ്മ്യൂണിസ്റ്റുകൾക്ക് നേരെ തിരിഞ്ഞു. 1982 ഇസ്ലാമിക ഭരണകൂടം ടുഡേ പാർട്ടിയെ ഔദ്യോഗികമായി നിരോധിച്ചു. വലിയ തോതിലുള്ള കൂട്ട അറസ്റ്റുകളും 1988 നടന്ന രാഷ്ട്രീയ തടവുകാരുടെ കൂട്ട വധശിക്ഷകളും ടുഡേ പാർട്ടിയുടെ നട്ടെല്ലൊടിച്ചു. ഈ സംഭവങ്ങളെല്ലാം പാർട്ടിയെ ഏറെ ദുർബലപ്പെടുത്തി. ഇന്നും ടുഡേ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടെങ്കിലും അത് മുൻപത്തെ പോലെ ശക്തമായ ഒരു രാഷ്ട്രീയ ശക്തിയല്ല. പ്രവാസികളായി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്.